ഇപ്പോഴുള്ള ലൈവായിട്ടുള്ള നമ്മുടെ വായു നിലവാരം എന്ന് പറയുന്നത് 193 ഇത് ഈ AQI ഇന്ത്യയിലുള്ള എല്ലാ നഗരങ്ങളുടെയും കണക്കാക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അതിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നിലവിൽ ഈ തിരുവനന്തപുരത്തെ വായു നിലവാരം 193. ഇതിടയ്ക്ക് 200 മുകളിലേക്ക് പോയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം എൽദോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. അതായത് ഈ വായു നിലവാരത്തിൽ അതിൻ്റെ ഒരു നല്ലത് മോശം എന്നിവ കണക്കാക്കുകയാണെങ്കിൽ 0 മുതൽ 50 വരെ AQI വന്നാൽ അത് ഗുഡാണ്, നല്ല ഒരു സൂചികയാണ്. 50നും 100നും ഇടയിൽ വന്നാൽ അതൊരു മോഡറേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ്, വലിയ കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് ആണ്. സാധാരണ തിരുവനന്തപുരത്തും കൊച്ചി പോലെയുള്ള നഗരങ്ങളിലെല്ലാം ഈ മോഡറേറ്റ് എമൗണ്ടിലാണ് വായു നിലവാര സൂചിക രേഖപ്പെടുത്താറുള്ളത്. 100നും 150നും ഇടയ്ക്ക് പുവർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. 150നും 200നും ഇടയ്ക്ക് അൺഹെൽത്തി കാറ്റഗറിയാണ്. നിലവിൽ നമ്മുടെ തിരുവനന്തപുരം നിൽക്കുന്നത് ഈ അൺഹെൽത്തി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. 200നും 300നും ഇടയ്ക്ക് സിവിയർ എന്ന കാറ്റഗറിയാണ്. അതായത് മനുഷ്യ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന രീതിയിലുള്ള വായു നിലവാരമായിരിക്കും 200നും 300നും ഇടയിൽ എന്ന് പറയുന്നത്. കുറച്ച് മിനിറ്റുകൾക്ക് മുൻപേ വരെ ഈ 200ന് മുകളിലായിരുന്നു തിരുവനന്തപുരത്തെ വായു നിലവാര സൂചിക എന്ന് പറയുന്നത്. അത് മനുഷ്യ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ്. ഒരിക്കലും അത്ര അളവ് അത് വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം PM 2.5ൻ്റെ അളവ് അതും വളരെയധികം കൂടുതലാണ്. തിരുവനന്തപുരത്ത് PM 2.5ൻ്റെ അളവ് 115ആണ്. അതും വളരെയധികം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് PM 2.5 എന്ന് പറഞ്ഞാൽ പൊടിപടലത്തിൻ്റെ ഒരു സൈസിൻ്റെ അളവാണ്. സാധാരണ പടലങ്ങൾ, വലിയ പൊടിപടലങ്ങൾ, അതായത് PM 10 പോലെയുള്ള പാർട്ടിക്കിൾസ് അത് മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിനകത്തേക്ക് പോയി അത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിലും അത് നമ്മൾ തിരിച്ച് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പോകാറാണ് പതിവ്. എന്നാൽ ഈ PM 2.5 എന്ന് പറയുന്നത് അത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ പറ്റിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് PM 2.5ൻ്റെ കണികകൾ എന്ന് പറയുന്നത്. അത് നിലവിൽ തിരുവനന്തപുരത്ത് 115ആണ്. ഇതിൻ്റെ ഒരു ലെവൽ കൂടി നമുക്ക് പരിശോധിക്കാം. PM 2.5 എന്ന് പറയുന്നത് അൺഹെൽത്തി കാറ്റഗറിയിലാണ്. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ആ വെബ്സൈറ്റിൽ തന്നെ കാണാവുന്നതാണ്. അൺഹെൽത്തി കാറ്റഗറിയിലാണ് ഈ PM 2.5ൻ്റെ അളവ് തിരുവനന്തപുരത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ തിരുവനന്തപുരത്തെ ഇത് മാത്രമല്ല, നമുക്കിത് ഇന്ത്യയിലെ മറ്റ് മെട്രോ നഗരങ്ങളുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. അതിൻ്റെ ലൈവ് സൂചികയും നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. നിലവിൽ ഡൽഹിയിലുള്ള അളവ് അത് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ അത് പതിവിലും കൂടുതലാണ്. 280 ഡൽഹിയിലെ ഒരു കണക്കെന്ന് പറയുന്നത്. ഈ AQIയുടെ കണക്കെന്ന് പറയുന്നത്